അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കും പത്തനംതിട്ടയിൽ എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരായിരിക്കും പത്തനംതിട്ടയിൽ മത്സരിക്കുക എന്നുള്ളത് ഏകദേശമൊക്കെ ധാരണ ആയി എന്നാണ് സോഷ്യൽ മീഡിയ പോലും പറയുന്നത്. പക്ഷെങ്കിൽ അത് പൂർണ്ണമായും തെറ്റാണ്. ഒരു പാർട്ടികളും ഇതുവരെ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ ചിലരെയൊക്കെ അവർ കണ്ടുവച്ചിട്ടുണ്ടെന്ന് മാത്രം. വീണ ജോർജ് വീണ്ടും മത്സരിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ വീണ ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പാർട്ടി പറഞ്ഞാൽ വീണ്ടും മത്സരിക്കും എന്ന് തന്നെയാണ്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാതിരിക്കാൻ ആവുകയുമില്ല. കാരണം നിലവിലുള്ള സിറ്റിംഗ് സീറ്റാണ്. ഇതിന് ഉപപരമായി പറയുന്നത് CPM-ന്റെ സംസ്ഥാന സമിതി എടുത്തിരിക്കുന്ന തീരുമാനം വീണ ജോർജും ഒപ്പം തന്നെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന KK ശൈലജയും ഉൾപ്പെടെ ഉള്ള നല്ല പുതുമുഖങ്ങളെയൊക്കെ രംഗത്തിറക്കി മത്സരിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും വീണ ജോർജിന് അവസരം കിട്ടും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പോൾ ആരായിരിക്കും എതിരാളി എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെയുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് സോഷ്യൽ മീഡിയ ഉയർത്തിക്കാണിക്കുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മന്റെ പേരാണ്. പക്ഷേ അച്ചു ഉമ്മൻ ഇതുവരെ അത്തരം ഒരു നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുമില്ല, പാർട്ടിയും വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ BJP ഉയർത്തിക്കാണിക്കുന്നത് കുമ്മനം രാജശേഖരന്റെ പേരാണ്. പഴയ മിസോറാം ഗവർണറാണ്. ഒപ്പം തന്നെ ജില്ലയിൽ RSSന്റെയും BJPയുടെയും പ്രവർത്തനങ്ങളിൽ മുൻപന്തിൽ എന്ന കക്ഷിയാണ് കുമ്മനം രാജശേഖരൻ. കുമ്മനം രാജശേഖരന്റെ പേരാണ് ഇപ്പോൾ ആദ്യം ഉയർത്തിക്കാണിക്കുന്നത്. നേരത്തെ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ പേര് വന്നിരുന്നു, PC ജോർജിന്റെ പേര് വന്നിരുന്നു. എന്നാൽ BJP ഇതുവരെ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുമില്ല. പത്തനംതിട്ട പോലുള്ള സ്ഥലത്ത് ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ പിന്നീട് മാറ്റം വന്നേക്കാം. എന്തായാലും ശരി, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ അത്തരം പ്രസ്താവനകൾക്കൊന്നും തന്നെ യാതൊരു അടിസ്ഥാനമില്ല. ഒരു പാർട്ടിയും ഇതുവരെ വ്യക്തമായിട്ടൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടുമില്ല. അപ്പോൾ വരും ദിവസങ്ങൾ നമുക്ക് സ്ഥാനാർത്ഥി ആരാണെന്ന് നമുക്ക് അറിയാം. കാത്തിരിക്കാം ആ ദിവസം വരെ.